എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 47, 48 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും കവി ഉപജാതി വൃത്തം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 47-ാമത്തെ ശ്ലോകം നോക്കാം. 2 ശ്ലോകങ്ങളിലും സിദ്ധഗന്ധർവന്മാരുടെ അതുപോലെ അപ്സര സ്ത്രീകളുടെ ഒക്കെ സാന്നിധ്യം ഇല്ലാതെയായി എന്ന് പറഞ്ഞത് ഒന്നുകൂടി മാറ്റി പറയുകയാണ് ചെയ്യണത്. മാറ്റി പറയുകയാണെന്നുള്ളതുകൊണ്ട് വ്യത്യാസപ്പെടുത്തി പറയുകയാണെന്നല്ല, മറ്റു ചില രംഗങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചിത്രീകരിക്കുകയാണ്. അത്തരം രംഗങ്ങളൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല എന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ്. നമുക്ക് ആദ്യം 47-ാമത്തെ ശ്ലോകം നോക്കാം. ദിവിസ്പൃശാഗീതരവേണമിശ്രാം അസംഗതാലാപശതാഭിരാമാം തന്വന്തി തത്തീരലതാഗൃഹേഷു ന കിന്നരാ സംപ്രതിപാനഗോഷ്ഠീം. ആദ്യം പദച്ഛേദം നോക്കാം. ദിവിസ്പൃശ ഗീതരവേണ മിശ്രാം അസംഗതാലാപശതാഭിരാമാം തന്വന്തി തത്തീരലതാഗൃഹേഷു ന കിന്നരാ സംപ്രതി പാനഗോഷ്ഠീം. ഇവിടെ കിന്നരന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് സിദ്ധന്മാരെ അവരുടെ ഭാര്യമാരോട് കൂടിയിട്ട് ഈ കാളിന്തി നദിയുടെ തീരത്തേക്ക് വരുന്നില്ല എന്നാണ്. ഇവിടെ കിന്നരന്മാരെ പറ്റിയിട്ടാണ് പറയണത്. സംപ്രതി കിന്നരാ. സംപ്രതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇപ്പോഴാകട്ടെ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കാളിന്തിയുടെ മാറ്റത്തിനു ശേഷം. കിന്നരാ കിന്നരന്മാര്. തത്തീരലതാഗൃഹേഷു. തത്തീരലതാഗൃഹം. തത് എന്ന് പറഞ്ഞാൽ തസ്യാഹ എന്നാണ്. അതായത് കാളിന്തിയുടെ തീരത്തുള്ളതായ ലതാഗൃഹേഷു, ലതാഗൃഹങ്ങളിൽ, വള്ളിക്കുടിലുകളിൽ, അവിടെയൊക്കെ ധാരാളം മനുഷ്യരെന്നെ ചെന്നിരിക്കാറുണ്ട്. ഇവിടെ കവി വർണ്ണിക്കുന്നത് സിദ്ധന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ വന്നിരിക്കാറുണ്ട് എന്നാണ്. കാളിന്തിയുടെ സൗന്ദര്യം കണ്ടിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ, നുകരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ദേവന്മാരെന്നോ ഗന്ധർവന്മാരെന്നോ മനുഷ്യരെന്നോ ഭേദമില്ലാതെ വന്നിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കിന്നരന്മാർക്ക് എന്താണ് സംഭവിച്ചത്? ആ നദീതീരത്തുള്ള ലതാ നികുഞ്ചങ്ങളില് കിന്നരന്മാര് എന്തു ചെയ്യുന്നില്ല എന്നാണ് പറയണത്. പാനഗോഷ്ഠിയും ന തന്വന്തി. പാനഗോഷ്ഠിയെ നടത്തുന്നില്ല. തന്വന്തി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വിസ്തരിച്ച്, തനു വിസ്താരേ കരണേന്നാണ്, വിസ്തരിച്ച് പാനഗോഷ്ഠി നടത്തിയിരുന്നു. പാനഗോഷ്ഠി എന്ന് പറഞ്ഞാൽ മദ്യസൽക്കാരങ്ങൾ. ധാരാളമായിട്ട് കിന്നരന്മാർ അവിടെ വന്നിരുന്നു കൊണ്ട്, 1-2 പേരൊന്നുമല്ല, ധാരാളം പേര് ആ ലതാ നികുഞ്ചങ്ങളിൽ വന്നിരുന്നു കൊണ്ട് കയ്യിൽ ഈ മദ്യകുപ്പി, മദ്യചഷകങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന് പടുപാട്ട് പാടി വലിയ സഭകൾ കൂടാറുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നടക്കണില്ല എന്നാണ് കവി വർണ്ണിക്കുന്നത്. എങ്ങനെയുള്ള പാനഗോഷ്ഠിയായിരുന്നു എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ആദ്യത്തെ വരി. ഗീതരവേണ ദിവിസ്പൃശ അസംഗത ആലാപശതാഭിരാമാം മിശ്രാം പാനഗോഷ്ഠീം ന തന്വന്തി. അങ്ങനെയാണ് അതിൻ്റെ അന്വയം വരണത്. ഇവിടെ പറയാണ് ഗീതരവേണ, ഉറക്കെ പാട്ട് പാടിയിട്ട് ഈ ലതാനികുഞ്ചങ്ങളിലൊക്കെ ഇരുന്ന് ഉറക്കെ പാടുകയാണ് അവർ. അങ്ങനെ പാട്ട് പാടിയിട്ട് ദിവിസ്പൃശ, ആ പാട്ടുകൾ എവിടെ വരെ എത്തിച്ചിരുന്നു? ആകാശത്ത് എത്തിയിരുന്നു. ഒരു വഹ പാട്ടുകളൊക്കെയാണ് പാടുന്നത്. നല്ല പാട്ടൊന്നുമല്ല പാടുന്നത്, നല്ല ശ്രുതിയിലും നല്ല രീതിയിലും ഒന്നുമല്ല പാടുന്നത്. അതാണ് അടുത്ത വാക്ക് പറയണത്. അസംഗത ആലാപ ശതാഭിരാമം. അസംഗതം എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം നടത്തിയത് കൊണ്ട് തന്നെ ബോധം കെട്ടുപോയ, ലക്ക് കെട്ടുപോയ വാക്കുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസംഗതമായ ആലാപം, ആലാപശതങ്ങൾ, വരിയൊക്കെ തെറ്റിപ്പാടുക, ശ്രുതി മാറ്റിപ്പാടുക, വായിൽ തോന്നുന്നതൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മിശ്രമായിട്ട് തോന്നിയത് മുഴുവനും പാടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളതായിട്ടുള്ള പാനഗോഷ്ഠികൾ, ഗോഷ്ഠി സഭ. 1-2 പേരൊന്നുമല്ല, കുറേ പേര് അങ്ങനെ വന്നിരിക്കാറുണ്ടായിരുന്നു. മദ്യചഷകങ്ങളും മദ്യപാത്രങ്ങളും ഒക്കെ ആയിട്ട് ഈ നദിയുടെ തീരത്തുള്ള നികുഞ്ചങ്ങളിൽ വന്ന് കൂടാറുണ്ട് കിന്നരന്മാർ. ഇപ്പോഴാകട്ടെ ഈ വിഷവേഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ആരും വരാറില്ല. അങ്ങനെയുള്ള സഭകൾ, അതൊക്കെ ശരിയല്ല അല്ലെങ്കിൽ മോശമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു രസമായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ കാണുക, അതൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് കാളിന്തി നദിയും ചെയ്തിരുന്നു.
നദിയുടെ ഭംഗി കൊണ്ടാണല്ലോ, നദിയുടെ ആകർഷകത്വം കൊണ്ടാണല്ലോ എല്ലാവരും അവിടേക്ക് വരുന്നത്. എവിടെയെങ്കിലും ഇരുന്ന് മദ്യം കുടിക്കുകയല്ലല്ലോ, അവിടെ വന്നിരുന്ന് കുടിക്കുന്നതിന് പ്രത്യേകം ചില ഉദ്ദേശങ്ങളുണ്ട്. കിന്നരന്മാരെന്ന് പറയണത് ഭൂമിയിൽ ജീവിക്കുന്നവർ തന്നെയല്ല, അവർ മറ്റൊരു ലോകത്തുള്ളവരാ. എന്നിട്ടും മദ്യപാനത്തിനായിട്ട് നദിയുടെ തീരത്തേക്ക്, ഈ കാളിന്തി നദിയുടെ തീരത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും സൗന്ദര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആകർഷണം ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതൊക്കെ പോയി, അങ്ങനെ ആരും വരുന്നില്ല എന്ന് ഭഗവാനോട് കാളിന്തി ഉണർത്തിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ള പാനഗോഷ്ഠികൾ ഇപ്പോൾ കേൾക്കാൻ തന്നെ ഇല്ലാതെയായിരിക്കുന്നു. കിന്നരാ താദൃശീം പാനഗോഷ്ഠിയും ന തന്വന്തി, അങ്ങനെയൊക്കെയുള്ളതായ പാനഗോഷ്ഠികൾ ഇപ്പോൾ നടക്കുന്നേയില്ല, ആരും അങ്ങനത്തെ നടത്തുന്നില്ല. ഈ നദിയുടെ തീരത്തേക്ക് കിന്നരന്മാരും വരാതെയായി. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയണത്? നല്ല തമാശയോട് കൂടിയിട്ടാണ് കവി പറയണത്. 48-ാമത്തെ ശ്ലോകം നോക്കൂ. നിതംബ വിക്ഷോഭവിശീർണവീചിസ്രസ്താന്തരീയശ്ലഥകേശപാശ സുരാംഗനാനാമധുനാ സമാജോ നവാരിണി ക്രീഡതി നാഥ തസ്യ. ആദ്യം പദച്ഛേദം നോക്കാം. നിതംബ വിക്ഷോഭ വിശീർണ വീചി സ്രസ്താന്തരീയ ശ്ലഥകേശപാശ. 2 വാക്കുകളാണ് ഇവിടെ ഉള്ളത്. സുരാംഗനാനാം അധുനാ സമാജ ന വാരിണി ക്രീഡതി നാഥ തസ്യ. തസ്യാ വാരിണി, അവളുടെ വെള്ളത്തിൽ, അതായത് കാളിന്തി നദിയിൽ. ആരാണ് ഇപ്പോൾ വരാതിരിക്കുന്നത്? ആരെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയണത് എന്നാണെങ്കിൽ സുരാംഗനാനാം സമാജ, സുരാംഗനകളുടെ സമാജം, സമാജം കൂട്ടം, സുരാംഗനകൾ അപ്സരസുകൾ, അപ്സരസുകളുടെ കൂട്ടങ്ങളും ഇപ്പോൾ വന്ന് കുളിക്കാറില്ല. അതാണ് സുരാംഗനാനാം സമാജ അധുനാ തസ്യാ വാരിണി ന ക്രീഡതി നാഥ. നാഥ, ഹേ കൃഷ്ണ, എൻ്റെ വെള്ളത്തിൽ, എൻ്റെ പ്രവാഹത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്സരസുകൾ പോലും വരാതെയായി, അപ്സരസുകളും വരാതെയായി. അപ്സരസുകളുടെ സമാജത്തിനെ പറ്റിയിട്ട്, വെള്ളത്തിലിറങ്ങുന്ന അപ്സരസുകളെ പറ്റിയിട്ട് കവി എന്താണ് പറയണത് എന്നുള്ളത് ആദ്യത്തെ 2 വരികൾ വളരെ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ ചില തമാശകളാണ്. അത് എന്തൊക്കെയാണ് പറയണതെന്നാണെങ്കിൽ നിതംബ വിക്ഷോഭ വിശീർണ വീചി. നിതംബം എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. അരക്കെട്ടുകളുടെ വിക്ഷോഭം കൊണ്ട്, അപ്പോൾ സ്ത്രീകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ വസ്ത്രം ധരിക്കാറുണ്ട്. ചെറിയ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, ചെറിയ മുണ്ട് പോലെയുള്ളതൊക്കെ ഉടുത്തുകൊണ്ടാണ് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ സ്വഭാവം കാരണം, അവരുടെ നിതംബത്തിൻ്റെ ഭാരം കാരണം, അതാണ് നിതംബ വിക്ഷോഭം. വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടുമ്പോൾ സ്ത്രീകൾക്ക് അരക്കെട്ടൊക്കെ കുറച്ച് തടിച്ചതാവുമല്ലോ, നിതംബം ഒക്കെ തടിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, അപ്സരസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഈ ചലനം നിമിത്തം, അതായത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഓളം നിമിത്തം അതിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതായ തരംഗങ്ങൾക്ക് ഒരു ഭംഗം സംഭവിക്കുന്നു. അതായത് ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ തരംഗങ്ങളായിട്ട് തീരുന്നു, സ്വാഭാവികമായിട്ടുള്ള അലകൾ അവിടെ ഇല്ലാതെയായി പോകുന്നു. അതാണ് നിതംബ വിക്ഷോഭ വിശീർണ വീചി. നിതംബത്തിൻ്റെ അരക്കെട്ടിൻ്റെ വിക്ഷോഭം കൊണ്ട്, വെള്ളത്തിലേക്കുള്ള ഇറങ്ങൽ കൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് ധൃതി പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിശീർണമായി തീരുന്ന, പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നതായ വീജികളോടുകൂടിയ അങ്ങനെയുള്ള അപ്സരസുകളുടെ സമൂഹം. അതായത് സ്വതസിദ്ധമായിട്ട് കാളിന്തിയുടെ തരംഗങ്ങൾ ഇവരുടെ ആ ഇറക്കത്തോട് കൂടിയിട്ട് അവരുടെ തരംഗങ്ങൾ, അവരുടെ വെള്ളത്തിലേക്കുള്ള ഇറങ്ങലോട് കൂടിയിട്ട് ആ തരംഗങ്ങളായിട്ട് തീരുന്നു. അങ്ങനെയുള്ള സമൂഹങ്ങൾ, അപ്സരസുകളുടെ സമൂഹം. ഇനി മറ്റൊരു വിശേഷണമാണ് സ്രസ്ത അന്തരീയ ശ്ലഥ കേശപാശ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് തലമുടിക്കെട്ട് അഴിഞ്ഞു പോവാറുണ്ട്, വസ്ത്രങ്ങളും അഴിഞ്ഞു പോവാറുണ്ട്. അതും അവിടെ വർണ്ണിച്ചിരിക്കുകയാണ് കവി. സ്രസ്ത അന്തരീയ ശ്ലഥ കേശപാശ. അന്തരീയം, അന്തരീയം എന്നുള്ളതിന് അകത്തുടുത്തിട്ടുള്ളതായ വസ്ത്രങ്ങൾ, അതൊക്കെ ചെറുതായിട്ട് അഴിഞ്ഞു പോവാറുണ്ട്. അതുപോലെ തന്നെ തലമുടി കെട്ട് അമർത്തിയൊക്കെയാണ് വസ്ത്രങ്ങളും ഉടുക്കണത്, തലമുടിയും കെട്ടണത് എന്നാണെങ്കിലും
വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഇതൊക്കെ അഴിഞ്ഞു പോവാറുണ്ട്. അതൊക്കെ കാളിന്തി നദിക്കൊരു സന്തോഷമാണ്. സഹോദരിമാരായിട്ടുള്ള പെൺകൊടിമാർ അവിടെ വന്ന് വെള്ളത്തിലിറങ്ങി കളിക്കുന്നതൊക്കെ ഒരു രസമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള കുളികളൊന്നും ഇപ്പോൾ അവിടെ സംഭവിക്കുന്നില്ല. വെള്ളം കാണുമ്പോൾ കുളിക്കാനുള്ള മോഹം കൊണ്ട് എടുത്തു ചാടി വരുന്ന, അതിലേക്ക് എടുത്തു ചാടുന്നവരായിട്ടുള്ള അപ്സരസുകളുണ്ട്. അവരുടെ വർണ്ണനയാണ്. അവരെടുത്ത് ചാടുമ്പോൾ വെള്ളത്തിൽ വലിയ വലിയ വലയങ്ങൾ, വീജി തരംഗങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രം ഉലഞ്ഞു പോകുന്നു, തലമുടി അഴിഞ്ഞു പോകുന്നു. അങ്ങനെ അവരെ രസിച്ച് കുളിക്കുകയാണ് അവിടെ ചെയ്യണത്. അവിടെ നീന്തണു, തുടിക്കണു. വളരെ സുഖകരമായിട്ട് കുളിച്ച് പോയിരുന്നതാണ് അപ്സരസുകളുടെ വൃന്ദം. ഇപ്പോൾ കാളി എൻ്റെ വിഷവേഗം കാരണം അവരാരും വരാറില്ല. അവർ കുളിക്കാന്ന് മാത്രമല്ല, കുളിക്കാൻ വരണില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്തേക്കെങ്ങും വരാതെയുമായി. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കിന്നരന്മാരാരും വരണില്ല എന്ന്, രണ്ടാമത്തെ ശ്ലോകത്തിൽ അപ്സരസുകളും വരണില്ല എന്നാണ് ഈ 2 ശ്ലോകങ്ങളെ കൊണ്ടും കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദിവിസ്പൃശാഗീതരവേണമിശ്രാം അസംഗതാലാപശതാഭിരാമാം തന്വന്തി തത്തീരലതാഗൃഹേഷു ന കിന്നരാ സംപ്രതിപാനഗോഷ്ഠീം നിതംബവിക്ഷോഭവിശീർണവീചി സ്രസ്താന്തരീയശ്ലഥകേശപാശ സുരാംഗനാനാമധുനാ സമാജോ നവാരിണി ക്രീഡതി നാഥ തസ്യ. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അസംഗതാലാപശതാഭിരാമാം. അസംഗതമായ, ഒട്ടും ചേർച്ചയില്ലാത്തതായ ആലാപങ്ങൾ അതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ആ സംഗീത സദസ്സ് ഒരു മോശമായി തീരുമോ എന്ന് ആശങ്കയുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ കാളിന്തി തന്നെ പറയാണ് അതൊട്ടും മോശമൊന്നുമല്ല, അതും രസകരമായിരുന്നു. അതാണ് അസംഗത ആലാപശതാഭിരാമം. അസംഗതമായിട്ടുള്ളതാണ് പറയണത്, ആലാപനം ചെയ്യുന്നത്. എങ്കിലും അഭിരാമമായിട്ടുള്ള ആ പാനഗോഷ്ഠി അതാ നിന്നുപോയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് കാളിന്തിയിൽ നടന്നിരുന്നതാണ്. അതൊക്കെ നദി വളരെ സന്തോഷത്തോടു കൂടി വേണ്ടുവോളം ആസ്വദിച്ചിരുന്നതുമാണ്. ഇപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. നാഥ, അങ്ങ് തന്നെ അതിനൊരു വഴി ഉണ്ടാക്കി തരണം. ഇതൊക്കെ വീണ്ടും കാളിന്തി നദിയിൽ ഉണ്ടാവണം എന്ന് നദി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.